സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂട്ട് സൈക്കോസ്. അപ്പോ നമ്മള് ലാസ്റ്റ് നിർത്തി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൊച്ചിക്ക് പോണതായിരുന്നു. പക്ഷെ അന്ന് എന്തുണ്ടായെന്ന് വെച്ചാല് അന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞപ്പോ ഫോണ് ചാർജ് തീർന്നു, ചാർജറൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആകെ മൊത്തം ഫുൾ സീനായി പോയി. അപ്പോ ഇപ്പൊ വീണ്ടും ഞങ്ങൾ കൊച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ കൊച്ചി ട്രിപ്പ് നമ്മൾ മൊത്തം മാക്സിമം എടുത്ത് കാണിച്ചു തരുന്നതാണ്. നമുക്ക് ആദ്യം കളമശ്ശേരി BMW ഷോറൂമിലേക്കാണ് പോണത്. പിന്നെ അവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഇനി വഴിയിലുള്ളതും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്കൊരു ഇതുണ്ട്, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞൂടെ, ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പേര് ആദിൽ എന്നാണ്, വീട് തൃശ്ശൂരാണ്. ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് വഴിയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോ ഇപ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമ്മളെ അർജുനില്ല, അർജുൻ എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ബിസിയാണ്. അപ്പൊ ഇപ്രാവശ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിയോണി പിന്നെ നമ്മള് 3 പേരും കൂടിയാണ് പോണത്. ഇനി അവിടെ പോയി അവിടുത്തെ കുറെ വിശേഷങ്ങളും ഉണ്ട്. പിന്നെ ഓൺ ദ വേയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചും പണ്ടും പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോ എന്തിനാ കളമശ്ശേരി പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ BMW ഷോറൂമില് ആംബ്രോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആംബ്രോ അവിടുത്തെ ഒരു മാർക്കറ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്യണ ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് പോയിട്ട് ഞാനൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ BMWന്റെയും മിനി കൂപ്പറിന്റെയും പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫണ്ട് വാങ്ങലും പിന്നെ ആംബ്രോനെ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചിയിൽ വെറുതെ ചില്ലറ കുറച്ച് പരിപാടികളും അങ്ങനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ അതർ ദാൻ ദാറ്റ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അന്നത്തെ വണ്ടിയില് നമ്മള് ടാറ്റ ടിയാഗോ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ അടിയിലിടാം. കഴിഞ്ഞ വീഡിയോയില് നമ്മ പറഞ്ഞ കേടായ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, ആ വണ്ടിയിൽ തന്നെയാണ് നമ്മ പോണേ. ഇതിന് ക്രൂസ് മോഡൊക്കെ ഉണ്ട് ഗൈസ്, വൻ സാധനോട് മൂടല്ല മോഡ്. അപ്പൊ ആ സാധനം ഇട്ടിട്ട് നമ്മ ഇങ്ങനെ പതുക്കെ നമ്മക്ക് സ്വന്തമായിട്ട് വണ്ടി നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ ഇരിക്കും, എല്ലാവർക്കും വൈബ് എടുക്കും, ഓണായിരിക്കും. അതാണ് അമ്മ. അല്ലാണ്ട് വണ്ടി ഓടിക്കാൻ അറിയാണ്ടൊന്നല്ല, പക്ഷെ ഓടിക്കണേനേലും രസമുള്ളൂ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി സൊറൊക്കെ പറഞ്ഞിരിക്കല്. നമുക്ക് അത്ര ടെൻഷനെല്ലാം അടിച്ചാ പോരെ ഏത്. അപ്പൊ അങ്ങനെ ആയിട്ട് നമ്മൾ ഇതിലിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോയി നമ്മളിപ്പോ അങ്കമാലി എത്താല്ല ചാലക്കുടി എത്താൻ പോണു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ജിൽ 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 ജിൽ. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. എന്തെങ്കിലും പറയാൻ എന്തായാലും പറയടാ. ഓക്കെ, അവ ഇൻട്രോവേർട്ടാണ് അതാ. അപ്പൊ നമ്മളിങ്ങനെ എയർപോർട്ടിന്റെ അവിടെ വന്നിരുന്നു. നമ്മള് ബിബിൻ ചേട്ടനെ നമ്മ കണ്ട്. അപ്പൊ ചേട്ടന്റെ പുതിയ പടം നാളെ റിലീസാണ്. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ചേട്ടൻ. അപ്പൊ നമുക്ക് ബാക്കി ചേട്ടൻ്റെ അടുത്ത്. ഹായ്, ഒന്നുമില്ല, 27-ാം തീയതി പടം റിലീസാണ്. ഒരുപാട് ദിലീഷ് പോത്തൻ, ജെയ്സ് ജോസ്, ഡോക്ടർ റോണി, കൈലാഷ്, മക്ബുല്, പിന്നെ അസീസ്, അങ്ങനെ എല്ലാവരും ഉള്ള ഒരു ക്രൈം ത്രില്ലറാണ്. ദൃശ്യം പോലാണ്ടിരിക്കാം. ചുമ്മാ മൂടാന്നാണ് പറയണപ്പോ. അപ്പൊ എല്ലാരും നാളെ സിനിമ റിലീസാണ്, നമ്മള് കണ്ടിരിക്കും. അഷ്ടേ. അപ്പൊ അതൊരു വൻ സാധനമായിരുന്നു. നമ്മള് തീരെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ചേട്ടന് ഇവിടെ നിന്ന് കിട്ടുന്നു. ആളെ കണ്ടു, ആളുടെ പടമാണ് കിടിലം പടം എന്നാ പറഞ്ഞ ത്രില്ലർ, ഒരു ദൃശ്യമൊക്കെ മൂട് പോലെ നമ്മള് ഇങ്ങനെ മുൾമൊനയിൽ നിർത്തും എന്നാണ് പറയണത്. അപ്പോ എല്ലാരും കാണണം, നാളെയാണ് പടം റിവ്യൂ, എല്ലാ കാര്യങ്ങളും എല്ലാരും പറയാ, കിടിലനായിരിക്കും. പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ ആംബ്രോയുടെ അടുത്ത് എത്താറായി. പുളിഞ്ചോട് കീർത്തി നിർമ്മൽ പുളിഞ്ചോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ഗായ്സ്. അപ്പൊ ഇപ്പൊ എത്തും ആംബ്രോയുടെ അടുത്ത് എത്തിയിട്ട് നമ്മള് ആംബ്രോനെ കാണിച്ചു തരാം. BMW ഒക്കെ നമുക്കൊന്നും ഇങ്ങനെ കാണാം വെറുതെ എജിലായിട്ട്. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് വേറെ സ്ഥലത്തേക്കാണ്. അപ്പോ എല്ലാരും അടിപൊളിയായിരിക്കാം. വീണ്ടും പറയുന്നു, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. യൂണോ അമ്പൂന്റെ അടുത്ത് എത്തിക്കുകയാണെന്ന് കയറ്റി ഉള്ളി കയറ്റിട്ട് ഏതെങ്കിലും സൈഡ് പിടിച്ചിട്ട് നിർത്തിക്കോ. നമ്മളെ അമ്പു വരുന്നുണ്ട്. അല്ല ഇതൊന്നല്ല അമ്പു ഇപ്പൊ എത്തും. അപ്പോ ഗൈസ് നമ്മളിപ്പോ ഇവിടെ എത്തിക്കുകയാണ്. ഇതാണ് BMWന്റെ മറ്റേ സംഭവം. ഇനി ഇവിടുന്ന് നമ്മള് അമ്പുവിനെ കാണാൻ പോവാണ്. തിരിക്കട്ടെ.
ബ്രോ എന്തല്ല, ഇതാണ് ഞാൻ പറഞ്ഞ ആംബ്രോ. ഓക്കെ, ഇതാണ് BMW നമ്മളിവിടുത്തെ ഷോറൂം അല്ലേ? അതന്നെ. അപ്പോ അങ്ങനെ വന്ന് നിന്നപ്പോഴാണ് നമുക്ക് വണ്ടിനെ പറ്റിയിട്ട് വലിയ അറിവ് കുറവാണ്, ഇനി പഠിച്ചു വരണം. അപ്പോൾ പുതിയ മിനി കൂപ്പർ നമ്മൾ കാണിച്ചല്ലോ, ഞാൻ പഴയ പല പല കളർ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഫുള്ളി അപ്ഗ്രേഡഡ് വേർഷനാണ് ഇപ്പോൾ ഇറങ്ങണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ ലാമ്പ് തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റം പിടിക്കട്ടെ ടൈൽ ലാമ്പ്, അലോയി ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ പണ്ട് മിനി കൂപ്പറിൽ വരാറെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ ആയിട്ടാണ് നമുക്കിത് വരാം. ഇപ്പം അതൊക്കെ മാറിയിട്ട് ലൈക്ക് സ്പീഡോമീറ്ററും സാധനങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് വന്നു. 7 മോഡുണ്ട്, അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഒക്കെ ലൈക്ക് ഫുള്ളി അപ്ഗ്രേഡഡ്, ഒക്കെ ഡിഫറെൻറ്റ് ഒരു മൂഡിലാണ് സാധനങ്ങൾ ഇവർ ഇറക്കിക്കുന്നത്. ഈവൻ ഫ്രം ദ ഹെഡ്ലൈറ്റ് നോക്കാം, ഗ്രില്ല് എല്ലാ സാധനങ്ങളും, ഈവൻ ദ ലോഗോ കൂടി നോക്കിയാൽ മതി. ലോഗോ വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതാണ് സാധനങ്ങൾ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കാണണം, ചെയ്യണം കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, ഇവിടെ വരിക. നമ്മളെ കളമശ്ശേരിയിലുള്ള എന്താ പറയുക BMW ഓട്ടോക്രാഫ്റ്റ്, അതേപോലെ തന്നെ സെയിം തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ഓട്ടോക്രാഫ്റ്റ്, അതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉള്ളത്. ഇതാണ് ഫുൾ പ്ലേസ്. ഈവൻ ലൈക്ക് യു ക്യാൻ ഗെറ്റ് ഡെലീഷ്യസ് ഫുഡ് ഹിയർ. ലൈക്ക് നല്ലൊരു കാഫേ ഉണ്ട്, അടിപൊളി ഫുഡാണ് ഇവിടുത്തെ, എല്ലാം ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി നമുക്ക് മട്ടാഞ്ചേരി പോവാണ്ട്. അപ്പോൾ അതെ ആംബ്രോനോട് വിട പറയണം അമ്മേ. ഇനി അടുത്ത റൗണ്ടിൽ വരണം. പിന്നെ വേറൊരു കാര്യം, ഞാനും ആംബ്രോയും കൂടിയിട്ട് ഇപ്പോൾ സൂൺ നമ്മൾ കുറച്ച് ഇതേപോലെ കാറിൻ്റെ കുറച്ച് പരിപാടികൾ, അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ്, കാർ ബൈക്സ്. ആള് വൺ റൈഡർ ആട്ടോ, റൈഡ് കോർഡിനേറ്റർ ഒക്കെ ചെയ്യണ വൻ സാധനമാണ്. ഓഫ് റോഡായിട്ട് അടിപൊളിയായിട്ട് ഓടിക്കുന്ന ആളാണ്. ബിഗ് റോക്കിൽ 2nd പ്രൈസ് ഒക്കെ അടിച്ചിട്ട് വില്ലേ വേറെ മൂടാണ്. ഇപ്പൊ കാണുമ്പോ ഇങ്ങനെ കണ്ടില്ലേ, ഇതാണ് എളിമയാണ് മെയിൻ. അപ്പൊ അങ്ങനെയാണ് എങ്ങനെ പോണേണ്. ബൈ. അപ്പൊ നമ്മളിങ്ങനെ വെള്ളമൊക്കെ വാങ്ങി പോവാണ്. ഭയങ്കര വയ്യ, ഫുഡ് കഴിച്ചു. അത് പറയാൻ പറഞ്ഞു, അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഞങ്ങൾ കിഡിലൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു തട്ടുകട മൂടുള്ള ഒരു ഹോട്ടൽ, അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചു. നല്ല പൊറോട്ടയും ബീഫും കുറെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു. ഓക്കെ, നേരത്തെ തന്നെ. ഓ, മാപ്പ് എന്റെ കയ്യിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഗോവക്കിന്റെ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ട് ബാക്കി നമുക്ക് പറയാം. ചാർജിങ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്, പക്ഷെ എന്നാലും ഇപ്രാവശ്യം അങ്ങനെ സീനൊന്നുമില്ല. നമ്മളിത് അങ്ങോട്ട് പോണേ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ചാർജിന് വെച്ചിട്ട് ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഒബ്രോ മാളിൽ ഇങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചെറായിക്ക് വിടുകയാണ്. അതാണ് നമ്മളെ പരിപാടി. ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായത് എന്താണോ അതിന്റെ വേറൊരു ലെവലിൽ നമ്മൾ എല്ലാം ഫ്ലോപ്പ് ആയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നാളെ പിടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോറം മാളിലാണുള്ളത്. വേണ്ട, ഓറിയോ മോളിൽ നിന്ന് വേറെ ഇങ്ങോട്ട് ഇവിടേക്ക് എത്തി. അതാണ് പ്രശ്നം, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒബ്രോ മോൾ അപ്പോൾ ഒബ്രോ മോളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഗൈസ് ഞാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ക്യൂട്ട് സൈക്കോ സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണെങ്കിൽ ആ ബെൽ ബട്ടൺ അടിച്ചു.